നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. ബീഫിന്റെ പേരിൽ ഒരു ആൾക്കൂട്ട അക്രമം കൂടി, അതും ഒരു പാവം മുസ്ലിം വൃദ്ധന് നേരെ. ആസാമിലെ വിശ്വനാഥ് ജില്ലയിലാണ് ബീഫ് വിൽപ്പന നടത്തിയെന്നാരോപിച്ച് ഒരു കൂട്ടം ഹൈന്ദവ സാമൂഹിക വിരുദ്ധർ ഷൗക്കത്ത് അലി എന്ന വൃദ്ധനെ ക്രൂരമായി മർദ്ദിച്ചത്. ഇയാളെ ബലം പ്രയോഗിച്ച് പന്നിയിറച്ചി തീറ്റിക്കാൻ ശ്രമം നടന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബീഫ് വിൽപ്പന നിയമം മൂലം നിരോധിച്ച ഒരു സംസ്ഥാനമല്ല ആസാം. എങ്കിലും ബീഫ് സംബന്ധിച്ച അക്രമങ്ങൾ ഉത്തരേന്ത്യയിൽ എന്ന പോലെ ആസാം പോലെയുള്ള നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്കും പടർന്നിരിക്കുകയാണ്. വർഷങ്ങളായി വിശ്വനാഥ് ജില്ലയിലെ മാർക്കറ്റിൽ ഇറച്ചി വിൽക്കുന്നയാളായിരുന്നു ഷൗക്കത്ത് അലി. കഴിഞ്ഞ ദിവസം പൊടുന്നനെയാണ് തദ്ദേശവാസികളടങ്ങിയ ഒരാൾക്കൂട്ടം ഷൗക്കത്തിനെ വളഞ്ഞത്. നീ ബീഫ് വിൽക്കുന്നുണ്ടോടാ എന്നാക്രോശിച്ച് അവർ അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിക്കാൻ തുടങ്ങി. അടിക്കുകയും തൊഴിക്കുകയും നിലത്തെ ചളിയിലേക്ക് വലിച്ചിടുകയും ചെയ്തു. നിനക്ക് ബീഫ് വിൽക്കാൻ ലൈസൻസ് ഉണ്ടോ എന്നും ബംഗ്ലാദേശിയാണോ എന്നും പൗരത്വ രജിസ്റ്ററിൽ പേരുണ്ടോ എന്നൊക്കെയായിരുന്നു അടുത്ത ആക്രോശങ്ങൾ. ഈ അക്രമികൾ തന്നെ ചിത്രീകരിച്ച ക്രൂരതയുടെ ദൃശ്യങ്ങൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പരന്നു. ആക്രോശങ്ങൾക്ക് മറുപടി പറയാനാകാതെ ചെളിയിൽ മുട്ടുകുത്തി വീണ് ഭയന്ന് വിറച്ച് പകച്ച കണ്ണുകളോടെ ദയനീയമായ അക്രമികളെ നോക്കുന്ന വൃദ്ധന്റെ ദൃശ്യം ഏതൊരു മനുഷ്യന്റെയും കരളലിയിക്കുന്നതാണ്. അതിന്റെ തുടർച്ചയായി പുറത്തു വന്ന ദൃശ്യങ്ങളിൽ അതിലും വലിയ ക്രൂരതയാണ് ഇന്ത്യ കണ്ടത്. ഷൗക്കത്തിനെ കൊണ്ട് അക്രമികൾ എന്തോ ഒരു പാക്കറ്റിൽ നിന്നും എടുത്ത് ബലമായി കഴിപ്പിക്കുന്നതായിരുന്നു അത് പന്നിയിറച്ചിയായിരുന്നു എന്ന് പിന്നീട് ആരോപിക്കപ്പെട്ടു. പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും അത് സത്യമാണെങ്കിൽ ഏറ്റവും വലിയ ഒരു മനുഷ്യനിന്ദ ആയിരിക്കും അത്. കാരണം ഷൗക്കത്ത് വിശ്വസിക്കുന്ന മുസ്ലിം മതം അനുശാസിക്കുന്നത് പ്രകാരം പന്നിയിറച്ചി മുസൽമാന് നിഷിദ്ധമാണ്. നിയമം ലംഘിക്കാതെ ബലപ്രയോഗം നടത്താതെ തന്റെ ജോലി ചെയ്ത ഒരു വൃദ്ധനോടാണ് ഈ അതിക്രമം എന്നോർക്കണം. ഇത് ചെയ്തവർ ഭാരതത്തിന്റെ മതസൗഹാർദ്ദ പാരമ്പര്യത്തിന് ഏറ്റവും വലിയ കളങ്കമാണ്. ഈ സംഭവത്തോട് പ്രതികരിച്ചുകൊണ്ട് അസാദുദ്ദീൻ ഒവൈസി പറഞ്ഞതുപോലെ, ബീഫ് ആസാമിൽ നിരോധിക്കപ്പെട്ടതോ അല്ലാത്തതോ ആവട്ടെ, പക്ഷേ നിസ്സഹായനും നിഷ്കളങ്കനുമായ ഒരു വൃദ്ധനെ ഇത്ര ക്രൂരമായി ആക്രമിക്കുക എന്നത് ഇന്ത്യയിൽ എവിടെയായാലും നിരോധിക്കപ്പെടേണ്ടത് തന്നെയാണ്.